അരുൺ, ഇപ്പോൾ നമുക്ക് കിട്ടുന്ന പുതിയ വിവരം എന്താണ്? ഈ ബൽഗാവിയിൽ നിന്നുള്ള സൈന്യത്തിന്റെ സംഘം എത്താൻ 2 മണിയാകും. എന്തുകൊണ്ടാണ് ഈ വൈകൽ? നാവികസേനയുടെ ഒരു സംഘം എത്തി എന്ന വിവരം വരുന്നു. എന്താണ് അവരുടെ ദൗത്യം? ഗോപികൃഷ്ണൻ, നമുക്ക് ഒടുവിലായി ലഭിക്കുന്ന വിവരം അനുസരിച്ച് സൈന്യം 2 മണി ആകുമ്പോഴായിരിക്കും എത്തിച്ചേരുക എന്നതാണ്. ഇതിനകം അവർ അവിടുന്ന് പുറപ്പെട്ടു എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. എന്നാൽ ഇവിടെ ഈ രക്ഷാ പ്രവർത്തനം നടക്കുന്ന സ്ഥലത്ത് എത്തിച്ചേരാൻ 2 മണിയോളം ആകും എന്ന വിവരമാണ് നമുക്ക് ഒടുവിലായി പങ്കുവെക്കാനുള്ളത്. അതിനൊപ്പം തന്നെ ഇപ്പോൾ അല്പസമയം മുമ്പ് നാവികസേനയുടെ ഒരു സംഘം കാർവാറിൽ നിന്ന് ഒരു സംഘം ഇപ്പോൾ എത്തിച്ചേരുന്നത് സ്കൂബ സംഘമാണ് എന്നതാണ് അവർ പറഞ്ഞത്. അവരെത്തിയത് ഈ പുഴയിൽ തെരച്ചിൽ നടത്തുന്നതിന് വേണ്ടിയാണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ സമാന്തരമായി തന്നെ ഈ മണ്ണ് നീക്കം ചെയ്ത്, അതായത് നേരത്തെ ഈ സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് മണ്ണ് നീക്കം ചെയ്തുള്ള അവിടെയുള്ള രക്ഷാപ്രവർത്തനത്തിനൊപ്പം തന്നെ സമാന്തരമായി പുഴയിൽ തെരച്ചിൽ നടത്തുന്നുണ്ട്. അതിന്റെ പുഴയിലെ സാധ്യത, പുഴയിൽ അകപ്പെട്ടിട്ടുണ്ടെന്ന് സാധ്യത നേരത്തെ ഇല്ല എന്ന തരത്തിലൊക്കെ പറഞ്ഞെങ്കിലും ഇപ്പോൾ ഒടുവിലായി വീണ്ടും ആ തിരച്ചിൽ പുനരാരംഭിച്ചിട്ടുണ്ട് നേവി. അതിനുവേണ്ടിയാണ് കൂടുതൽ സ്കൂബ സംഘങ്ങളെ നേവി ഇപ്പോൾ ഈ അപകട സ്ഥലത്തേക്ക് എത്തിച്ചിട്ടുള്ളത്. അവിടെ ഗംഗാവലി പുഴയിൽ നിലവിൽ അവരുടെ സംഘം, സ്കൂബ സംഘം തെരച്ചിൽ പുനരാരംഭിച്ചിട്ടുണ്ട് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഗോപികൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ തന്നെ സൈന്യത്തിന്റെ വരവിനായാണ് നമ്മൾ കാത്തിരിക്കുന്നത്. നിലവിൽ നമ്മൾ നേരത്തെ കണ്ട ദൃശ്യങ്ങളിൽ ഉള്ള, അതായത് JCBയും ഹിറ്റാച്ചിയും ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്യുന്നതിന് തൊട്ടു മുകളിലായി, അതായത് അവർ ആ ഘട്ടത്തിൽ മണ്ണ് നീക്കം ചെയ്തത് അതിന് കുറച്ചുകൂടി താഴത്തേക്കാണ്. അവർ കുറച്ചുകൂടി മുകളിലേക്ക് ഇപ്പോൾ മണ്ണ് നീക്കം ചെയ്ത് എത്തിയിട്ടുണ്ട്. അതിന് മുകളിൽ ഒരു 25 മുതൽ ഒരു 30 മീറ്റർ ചുറ്റളവിലാണ് നിലവിൽ ഈ സിഗ്നൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അവിടെ കൂടി എത്തി അവിടുത്തെ ഈ ചെളി നിറഞ്ഞ കൂന അവർക്ക് പൂർണ്ണമായി നീക്കുക എന്നുള്ളത് ശ്രമകരമാണ്. അതിന്റെ പകുതിയെങ്കിലും നീക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഒരു വിസിബിലിറ്റി വരും എന്നതാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സൈന്യത്തിന്റെ അവർക്കുള്ള കുറച്ചുകൂടി ഫെസിലിറ്റി ഉപയോഗിച്ച്, അവർക്കുള്ള കുറച്ചുകൂടി പരിചയ സമ്പത്തും കൂടി ഉപയോഗിച്ച് ഈ ലോറി കണ്ടെത്താൻ സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി അതിലൊരു ക്ലാരിറ്റി വരും. ലോറി അടിയിൽ തന്നെയാണോ, ആ സ്പോട്ടിൽ തന്നെയാണോ എന്നത് കണ്ടെത്താൻ സാധിക്കും എന്ന തരത്തിലാണ് ഇപ്പോൾ എന്തായാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതാണ് ഇവരുടെ ഒരു പ്ലാൻ. അതായത് ഈ മണ്ണ് താഴെ നിന്ന് തന്നെ നീക്കം ചെയ്ത്, ചളിയും മണ്ണും നീക്കം ചെയ്ത് നിലവിൽ ഇന്നലെ ലഭിച്ചിട്ടുള്ള സിഗ്നൽ പോയിന്റിലേക്ക് എത്തുക. അവിടെ പൂർണ്ണമായും, ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, പൂർണ്ണമായും മണ്ണ് നീക്കുക അല്ലെങ്കിൽ ചെളി നീക്കുക പ്രായോഗികമല്ലാതെ ശ്രമകരമായിട്ടുള്ള ദൗത്യമാണ്. നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ പരമാവധി ഈ ചെളിക്കൂന നീക്കം ചെയ്യുക എന്നതാണ് ഇപ്പോൾ അവരുടെ ദൗത്യം. അതിനുശേഷമായിരിക്കും സൈന്യവും തെരച്ചിലിലൂടെയാണോ ഈ നാവികസേന ഈ ഗംഗാവലി പുഴയുടെ വളരെ ആഴത്തിൽ വളരെ എക്സ്പെർട്ടൈസ് ഡൈവർമാരെ ഉപയോഗിച്ചുകൊണ്ട് വളരെ തറവ് പരിശോധന നടത്തിയതിനു ശേഷമാണല്ലോ വണ്ടി അവിടെ ഇല്ലാതെ സ്ഥിരീകരിച്ചത്. അപ്പോൾ ആ പരിശോധന ആക്ച്വൽ ലക്ഷ്യം എന്താണെന്ന് അറിയാൻ കഴിയുന്നുണ്ടോ അരുൺ? ആഷ്മി, അല്പസമയം മുമ്പ് ആ സംഭവ സ്ഥലം സന്ദർശിച്ച സ്ഥലം കാർവാർ MLA നമ്മോട് പ്രതികരിച്ചിരുന്നു. ആ ഘട്ടത്തിൽ MLAയോട് നമ്മൾ ചോദിച്ചിരുന്നു ഈ നാവികസേനയുടെ പുതിയ സംഘം എത്തിയതിന്റെ ലക്ഷ്യം എന്താണെന്ന്. അപ്പോൾ MLA പറഞ്ഞത് നിലവിൽ പൂർണ്ണമായും ഈ മണ്ണിനടിയിൽ തന്നെയാണ് അർജുൻ മാത്രമല്ല അവിടെ കാണാതായി എന്ന് പറയുന്ന കൂടുതൽ പേരുണ്ട് എന്ന സാധ്യത, അതിനുള്ള ചില വിവരങ്ങളൊക്കെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഔദ്യോഗികമായി ഉണ്ട്. ഇവർ പൂർണ്ണമായും മണ്ണിനടിയിൽ തന്നെയാണ് ഉണ്ട് എന്നത് ഈ ഘട്ടത്തിൽ ഉറപ്പിക്കാൻ സാധിക്കില്ല എന്നതാണ്. അവർ തെരച്ചിലിന്റെ ഒരു ഘട്ടം കഴിയുമ്പോൾ വീണ്ടും ഈ പുഴയിലേക്ക് അകപ്പെടാനുള്ള സാധ്യത അവർക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അതിനുള്ള സാധ്യത കൂടി ഉണ്ട് എന്നവർ ഈ ഘട്ടത്തിൽ അങ്ങനെ ഒരു നിഗമനത്തിൽ കൂടി എത്തുന്നുണ്ട്. അത് അവർ സ്ഥിരീകരിക്കുന്നുമുണ്ട്. നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഗംഗാവലി പുഴയിൽ നിലവിൽ നേവി സംഘം നേരത്തെ തെരച്ചിൽ നടത്തിയെന്ന് അവരുടെ വിദഗ്ധ സംഘം, അവരുടെ 8 അംഗ സംഘം നമുക്കറിയാം 2 ദിവസമായി അവർ തെരച്ചിൽ നടത്തിയതാണ്. ഒടുവിൽ എന്തായാലും അർജുന്റെ ലോറി പുഴയിൽ അകപ്പെട്ടിട്ടില്ല എന്നൊരു നിഗമനത്തിലേക്ക് അവർ എത്തുകയും നിലവിൽ GPS ലൊക്കേഷൻ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് അന്വേഷണം അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകുന്നത്. അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ നാവികസേനയുടെ സംഘം നേരത്തെ എത്തി പുഴയിൽ തിരച്ചിൽ നടത്തിയതാണ്. പുഴയിലേക്ക് ഈ ലോറി മറിഞ്ഞു വീണിട്ടില്ല, അല്ലെങ്കിൽ പുഴയിൽ അകപ്പെട്ടിട്ടില്ല എന്നുള്ളത് വ്യക്തമായതുമാണ്. ഇനിയിപ്പോൾ പ്രതീക്ഷ മുഴുവൻ 40 അംഗത്തിന്റെ ആർമി സംഘത്തിന്റെ വരവിന് വേണ്ടി ഉച്ചയ്ക്ക് 2 മണിക്കായിരിക്കും അവർ എത്തുക. അവർ നടത്തുന്ന തിരച്ചിലിൽ അർജുനെ കുറിച്ചുള്ള സൂചനകൾ പുറത്തുവരും, വിവരങ്ങൾ പുറത്തുവരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.